ഹായ് ഫ്രണ്ട്സ്, എല്ലാ സൂപ്പർ മോഡലുകൾക്കും എക്സ്ട്രീംലി ഹാൻസം ആയിട്ടുള്ളവർക്കും ഇടയിൽ പൊതുവായ ഒരു കാര്യമുള്ളത് അവർക്കെല്ലാം വളരെ ഷാർപ്പ് സ്പെഷ്യൽ ഫീച്ചറുകൾ ഉണ്ട് എന്നതാണ്. അതായത് ഷാർപ്പായിട്ടുള്ള താടിയെല്ല്, പ്രൊമിനന്റ് ചീക്ക് ബോൺസ്, തിളക്കമുള്ള ചർമ്മം എന്നിങ്ങനെയെല്ലാം. നിങ്ങളുടെ സ്വന്തം മുഖത്ത് ഏറ്റവും കുറഞ്ഞ പ്രയത്നത്തിലൂടെ ഈ മികച്ച ഫേഷ്യൽ ഫീച്ചേഴ്സ് എങ്ങനെ നേടാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സൗന്ദര്യത്തെക്കാൾ പ്രധാനപ്പെട്ടതും നിങ്ങളുടെ എലൈറ്റിനെ 1% പേഴ്സണാലിറ്റി ഉണ്ടാക്കുന്നതുമായ 3 ട്രേഡുകളെക്കുറിച്ചും ഞങ്ങൾ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആദ്യമായി നിങ്ങളുടെ മുഖത്ത് വെള്ളം അടിഞ്ഞുകൂടുന്നത് പരിഹരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സാധാരണയായി നമ്മുടെ ജീവിതശൈലിയിൽ ഭക്ഷണത്തിൽ ഉപ്പും പഞ്ചസാരയും കൂടുതലായി കഴിക്കുന്നതും കണ്ണുകൾക്ക് താഴെയുള്ള താടിയെല്ലിൽ നമ്മുടെ മുഖം മുഴുവൻ വെള്ളം അടിഞ്ഞുകൂടുന്നതിന് കാരണമാകും. കൂടാതെ മുഖം മുഴുവൻ ചെറുതായി വീർത്തതായും കാണപ്പെടും. ജലാംശം ഇല്ലാതാക്കാൻ ദിവസവും ചില ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യണം. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയാം. നമുക്ക് പൊതുവെ ഭക്ഷണത്തിൽ ഉപ്പ് ഉപയോഗിക്കാം, എന്നാൽ അമിതമായ അളവിൽ ജങ്ക് ഫുഡ് കഴിക്കുന്നത് കുറയ്ക്കണം. കാരണം അവയിൽ ആവശ്യത്തിലധികം ഉപ്പ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ അധികം മധുരമുള്ള സാധനങ്ങളിൽ പഞ്ചസാര ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത്തരം ഭക്ഷണം കഴിക്കുന്നത് നിർത്തണം. അതിലൂടെ നിങ്ങളുടെ ചർമ്മം തിളങ്ങുകയും മുഖത്ത് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുകയും ചെയ്യും. രണ്ടാമതായി മുഖത്ത് വ്യായാമമാണ്. മുഖത്ത് അനാവശ്യമായ ഒരു വ്യായാമവും ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയില്ല. നിങ്ങൾക്ക് തീർച്ചയായും ശരിക്കും ഫലപ്രദമായ ഒരു രീതി ഉപയോഗിക്കാം. നിങ്ങളുടെ വായയുടെ മുകൾ ഭാഗത്ത് നിങ്ങളുടെ നാക്ക് കൊണ്ട് അല്പനേരം അമർത്തുക. വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾക്കത് പരിശീലിക്കാം. ദിവസേന ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട താടിയെല്ലുണ്ടാകും. അടുത്ത രീതി ജോ ലൈൻ എക്സർസൈസ് അല്ലെങ്കിൽ ച്യൂയിങ് ഗം മെത്തേഡാണ്. ജോ ലൈൻ എക്സർസൈസർ ടൂൾ നിങ്ങൾക്ക് ആമസോണിലോ മറ്റ് വെബ്സൈറ്റുകളിലോ ലഭ്യമാണ്. അതുപോലെ ച്യൂയിങ് ഗം നിങ്ങൾക്ക് ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും. അവ നിങ്ങളുടെ വായ്ക്കുള്ളിൽ വെച്ച് ചവച്ചരച്ചാൽ അത് നിങ്ങളുടെ മുഖത്തെ പേശികളെ പരിശീലിപ്പിക്കുകയും അങ്ങനെ ദിവസേനയുള്ള കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം നിങ്ങൾക്ക് ഷാർപ്പ് ടോണുള്ള താടിയെല്ല് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഈ 2 രീതികളും ഉപയോഗിച്ച് നല്ല താടിയെല്ല് ലഭിക്കാൻ കുറച്ച് സമയമെടുത്തേക്കാം. അതിനാൽ ഇവ രണ്ടും കൂടാതെ മൂന്നാമതായി നിങ്ങൾക്ക് ചില ഹെയർ സ്റ്റൈൽ, ബിയർഡ് സ്റ്റൈലിംഗ് ഹാക്കുകൾ എന്നിവയും ഉപയോഗിക്കാം. ശ്രദ്ധേയമായ കവിൾത്തടങ്ങളും നല്ല താടിയെല്ലുകളും ലഭിക്കാൻ നിങ്ങൾക്ക് അത്തരത്തിലേതെങ്കിലും മികച്ച ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങളുടെ താടിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായ താടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുൻഭാഗത്തും താടിയെല്ലിൻ്റെ ഭാഗത്തും അല്പം മുടി സൂക്ഷിക്കാം. എന്നാൽ കവിളുകളുടെ വിസ്തൃതിയിൽ നിങ്ങളുടെ മുടിക്ക് അല്പം നീളം കുറവാണെങ്കിൽ നിങ്ങളുടെ മുൻഭാഗത്തെ താടിയെല്ലിൽ അല്പം രോമമുണ്ടെങ്കിൽ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. രണ്ടാമതായി നിങ്ങൾക്ക് പാച്ചി താടിയെല്ലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു താടിയായിരിക്കും ഉള്ളത്. ഇതുകൂടാതെ മുഖത്തെ രോമങ്ങളുടെ സഹായത്തോടെ നിങ്ങൾക്ക് ഒരു നല്ല താടിയെല്ല് സ്വയം കാണിക്കാനാകും. താടി ഷേവ് ചെയ്തുകൊണ്ട് നല്ലൊരു ഷേപ്പ് ഉണ്ടാക്കാവുന്നതാണ്. നാലാമതായി മൊത്തത്തിലുള്ള ശരീരത്തിന്റെ കൊഴുപ്പിന്റെ അളവ് ഒരു പ്രധാന പ്രശ്നമാണ്. നിങ്ങൾ മെലിഞ്ഞ ആളോ അല്ലെങ്കിൽ തടിച്ച ആളോ ആയിക്കൊള്ളട്ടെ, അതുകൊണ്ടും നിങ്ങളുടെ മുഖം ഷാർപ്പായി കാണപ്പെടില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കൊഴുപ്പ് നീക്കം ചെയ്യേണ്ടത്. മൊത്തത്തിലുള്ള ശരീരത്തിൽ നിന്ന് കൊഴുപ്പ് നീക്കം ചെയ്താൽ അത് നിങ്ങളുടെ മുഖത്ത് നിന്ന് നീക്കം ചെയ്യാൻ തുടങ്ങുകയും മുഖം ഷാർപ്പായി തീരുകയും ചെയ്യും. ഇതിനായി നിങ്ങൾക്ക് ജിമ്മിൽ പോയി ജോഗിങ്ങോ നീന്തലോ സൈക്ലിങ്ങോ പോലുള്ള വ്യായാമങ്ങളും ചെയ്യാം. ഇതോടൊപ്പം നിങ്ങളുടെ ശരീരത്തിന് ദിവസേന ആവശ്യമുള്ള കലോറിയേക്കാൾ കുറച്ച് കലോറി കൺസ്യൂംഷൻ ചെയ്യുന്ന ഭക്ഷണക്രമം എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് നിങ്ങൾക്ക് ഫാറ്റ് ലോസിനും സഹായിക്കും. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കേണ്ടത് ആവശ്യമാണ്. അതിനായി യൂട്യൂബിൽ നിങ്ങൾക്ക് ധാരാളം വീഡിയോകൾ ലഭ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ജീവിതശൈലിയും ഇടത്തരം ഫാസ്റ്റിങ്ങും ശീലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അഞ്ചാമതായി നിങ്ങളുടെ പല്ലുകളുടെ കാര്യമാണ്. ചിലരുടെ പല്ലുകൾക്ക് ഷേപ്പ് ഉണ്ടാകില്ല. ചിലരിൽ പല്ലുകൾ ഒരേ നിരയിലല്ലാതെ ഒന്നിനു മുകളിൽ ഒന്നായോ അല്പം ഉള്ളിലായോ ഒക്കെ കാണപ്പെടും. ഇത് നിങ്ങളുടെ മുഖത്തിന്റെ സൗന്ദര്യത്തെ നശിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളൊരു ദന്തരോഗ വിദഗ്ധന്റെ അടുത്തേക്ക് പോയി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യണം. ഇതുകൂടാതെ മുഖം കൂടുതൽ സ്ട്രക്ചർ ഉള്ളതായി കാണപ്പെടാൻ വേണ്ടി നിങ്ങളുടെ ഭാവം മെച്ചപ്പെടുത്തണം. ചരിഞ്ഞ ഭാവം നിങ്ങളുടെ മുഖത്തെ കൊഴുപ്പ് മുഴുവനായും താടിയിലേക്ക് വരാൻ ഇടയാക്കും. ഇത് നിങ്ങളുടെ ഇരട്ടത്താടിയെ ദൃശ്യമാക്കുകയും ചെയ്യും. അതിനാൽ നിങ്ങൾ ഒരു നല്ല ഭാവം നിലനിർത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ കഴുത്ത് വളരെ നീളമുള്ളതായി കാണപ്പെടാൻ സഹായിക്കും. അങ്ങനെ നിങ്ങളുടെ താടിയും വളരെ ശ്രദ്ധേയമായി കാണപ്പെടും. ആറാമതായി റൗണ്ട് അണ്ടർ ഐസ് ബാഗ്സ് ഒഴിവാക്കണം. അതായത് ചർമ്മത്തിലെ കറുത്ത പാടുകൾ പൂർണ്ണമായും നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ മുഖത്തിന്റെ ചർമ്മം 100% വൃത്തിയുള്ളതും തിളക്കമുള്ളതുമായിരിക്കണം. അവസാനമായി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രത്യേക ടിപ്സ് എന്താണെന്ന് പറഞ്ഞു തരാം.
സുന്ദരനായി കാണുന്നത് മാത്രമല്ല, സമ്പന്നനാകുക എന്നതും പ്രധാനമാണ്. എന്നാൽ നിങ്ങളൊരു കോടീശ്വരനോ ശതകോടീശ്വരനോ ആകണമെന്നല്ല അതിനർത്ഥം. നിങ്ങളത് നേടുന്നതിന് സമയമെടുക്കും. ഉൽപാദനക്ഷമതയുള്ള, കഠിനാധ്വാനിയും ആത്മാർത്ഥതയുള്ളവനുമായി നിങ്ങൾ മുന്നോട്ട് പോകുക. ഇതിൽ രണ്ടാമതായി ഡോമിനേറ്റിംഗ് ആണ്. നിങ്ങളിൽ ആരെങ്കിലും ആധിപത്യം പുലർത്തുന്നതോ ആരെങ്കിലും നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നതോ ഒന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. തോറ്റവനെ പോലെ അവരെ ഭീഷണിപ്പെടുത്തുന്നതിന് പകരം നിങ്ങൾ അവിടെ സ്വയം ഒരു നിലപാടെടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് പോരാടേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നിങ്ങളുടെ സ്വന്തം കണ്ണുകളിലും മറ്റുള്ളവരുടെ കണ്ണുകളിലും ബഹുമാനം നിലനിൽക്കും. അതുപോലെ ദയയും നർമ്മബോധവും വളരെ അത്യാവശ്യമാണ്. മറ്റുള്ളവരോട് ആദരവും മൃഗങ്ങളോടുള്ള ദയയും കാണിക്കണം. ഇതെല്ലാം നിങ്ങളിലെ വ്യക്തിത്വത്തെയും സൗന്ദര്യത്തെയും അടയാളപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. കൂട്ടുകാർക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്ക് ഗുഡ് ബൈ.